വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ് നമ്മൾ നാഷണലിസം ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ്, അല്ലെ? കുറച്ച് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളും അതിൻ്റെ ലീഡേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസും നാഷണലിസവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെയല്ലേ പറഞ്ഞത്, നാഷണലിസം എന്ന് പറയുന്നൊരു കാര്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നുമല്ല. അപ്പോൾ അത് വരാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. അതിലൊക്കെ കുറേ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, എക്കണോമിക് റിഫോംസിനെ പറ്റി പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ കാരണങ്ങളെ പറ്റി, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ അതിൽ അവസാനത്തെ പോയിൻ്റായിട്ടുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചിട്ടേക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ഇവിടെ ഇത്രയും നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കത്തിൻ്റെ പോസ്റ്റൽ നെറ്റ്വർക്ക്, ടെലഗ്രാഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആരാണ്? ബ്രിട്ടീഷുകാരാണ്, അല്ലേ? ആ കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നത് നമ്മൾ ബ്രിട്ടീഷുകാരോട് എന്ത് പറയണം? നന്ദി പറയണം. അവർ കൊണ്ടുവന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കത് എന്ത് ചെയ്തു? ഗുണം ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ദേശീയത എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാകാൻ തന്നെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, അവർക്ക് ട്രേഡിന് വേണ്ടിയിട്ടും വ്യാവസായികം ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുമാണ് അവർ എന്ത് കൊണ്ടുവരുന്നത്? ഫാസ്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ റെയിൽവേ ഇവിടെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്, പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നതും ടെലഗ്രാഫ് സർവീസും ഒക്കെ അവരാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഇതൊരു അവർക്ക് തന്നെ ഇതൊരു ദോഷകരമായി ബാധിച്ചു, അല്ലെങ്കിൽ അത് ഇന്ത്യക്കാർക്ക് നല്ല കാര്യമായിട്ട് മാറി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്, അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ രാജ്യമാണ്. ഈ വലിയ രാജ്യത്ത് അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റും വാട്സാപ്പും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ കത്ത് വരുന്നതോടെ, ഈ കത്തിടപാട് വരുന്നതോടുകൂടി ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, റെയിൽവേ സർവീസ് വരുന്നതോടുകൂടി ആൾക്കാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനും പറ്റി. അങ്ങനെ ഈ പറഞ്ഞ ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും അതുപോലെ ഗുഡ്സിൻ്റെയും ആൾക്കാരുടെയും മൂവ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്തു, ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടി ആൾക്കാർക്കെല്ലാം സംസാരിക്കാൻ ഒരു കോമൺ ഭാഷയും കിട്ടി. അങ്ങനെ എന്ത് പറ്റി, ആൾക്കാർക്കിടയിലുള്ള യൂണിറ്റി ഉണ്ടായി, അവർക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാനും. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ നാഷണലിസം കുറച്ചുകൂടി നല്ല രീതിയിൽ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ ഒരു യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും ലീഗൽ സിസ്റ്റവും കറൻസി സിസ്റ്റവും ഒക്കെ കൊണ്ടുവന്നതിലൂടെ ആൾക്കാർക്ക് എന്ത് പറ്റി, ഇതല്ല ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തെ കൊണ്ടുവരികയാണ്, അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള നിയമം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പേരിന് ഇവിടെ എന്ത് കിട്ടുകയാണ്? ഇമ്പോർട്ടൻസ് കിട്ടുകയാണ്. മനസ്സിലാവുന്നതുകൊണ്ട് പറയുന്ന കാര്യം. അങ്ങനെ നമുക്ക് എന്തായി, നമുക്ക് മനസ്സിലായി നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു വികാരം ആൾക്കാർക്ക് മനസ്സിലായി. അപ്പോൾ നോക്കിയേ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസിനകത്ത് എന്തിനാണ് ബ്രിട്ടീഷുകാരത് കൊണ്ടുവന്നത് ട്രേഡും ഇൻഡസ്ട്രിയും മിലിറ്ററി പർപ്പസിനും വേണ്ടിയിട്ടാണ്. മാത്രമല്ല എന്താണ്, ഗുഡ്സും സാധനങ്ങളെയും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ റെയിൽവേയും ടെലഗ്രാഫും പോസ്റ്റലും റോഡ് ട്രാൻസ്പോർട്ടും ഒക്കെ വന്നത്. അത് ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്തായിരിക്കും, ആൾക്കാർക്ക് ദൂരയാത്രകൾ നടത്താനായിട്ട് സാധിച്ചു, ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു സ്പിരിറ്റ് ഓഫ് യൂണിറ്റിയും നാഷണലിസവും ഉണ്ടായി. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിഫിക്കേഷൻ കൊണ്ടുവന്നതോടുകൂടി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന മൊത്തം രാജ്യത്തിൻ്റെ കൺട്രോളും ബ്രിട്ടീഷിൻ്റെ കയ്യിലാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് മാറി, ഒരു മൊത്തം രാജ്യമായിട്ട് മാറി. അതുവരെ നാട്ടുരാജ്യങ്ങളായിട്ട് പിരിഞ്ഞു കിടക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ അതെല്ലാം മാറി എന്തായി, എല്ലായിടത്തേക്കും ഒരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ ഒരു കോമൺ ലീഗൽ എന്ന് വെച്ചാൽ നിയമവ്യവസ്ഥയും അഡ്മിനിസ്ട്രേഷൻ, അല്ല ഈ പറഞ്ഞ ഭരണവ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നതോടുകൂടി എന്ത് പറ്റി, ആൾക്കാർക്കിടയിൽ ഒരു സെൻസ് ഓഫ് യൂണിറ്റി വന്നു, അല്ലെ? ഒരേ കറൻസിയാണ് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേ കറൻസി, അതുകൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇന്ത്യ എന്ന യൂണിറ്റിയെ കൊണ്ടുവരാൻ സഹായിച്ചു. പോയിന്റുകളായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. പറഞ്ഞപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും എങ്ങനെ നാഷണലിസത്തെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അതിലൂടെ നമ്മൾ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടി, ഒരു യൂണിറ്റി കിട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവർ കൊണ്ടുവന്നത് അവർക്ക് വേണ്ടിയാണെങ്കിലും അതിലൂടെ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടി, നാഷണലിസം അല്ലെങ്കിൽ യൂണിറ്റി കിട്ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുമായിരുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, കണ്ടോ? ഈ പറയുന്ന പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റും ഞാൻ നോട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ചൊരു സെമിനാർ എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. അതായത്
എങ്ങനെ ഒരു നാഷണലിസം നമുക്ക് വന്നു അല്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊളിയാൻ കാരണം എന്താണ്? നമുക്ക് നാഷണലിസം, നമുക്ക് ആ ഒരു യൂണിറ്റി ഇല്ലായിരുന്നുകൊണ്ടാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായി. അപ്പോൾ ഇനി അടുത്ത ജോലി എന്താ? നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റത്തില്ല. കൂട്ടമാകണമെങ്കിൽ എന്ത് വേണം? ആൾക്കാർ കൂടിച്ചേരണം, അസോസിയേഷനുകൾ വേണം, ഓർഗനൈസേഷനുകൾ വേണം. അങ്ങനെ നമ്മൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുകളുടെ ഫോർമേഷനെ പറ്റി പഠിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒറ്റയ്ക്ക് നാട്ടുരാജ്യങ്ങളായി നിന്നതുകൊണ്ടോ ഓരോ സ്ഥലത്തും നമ്മൾ ചെറുതായിട്ട് നിന്ന് ഈ പറയുന്ന പ്രക്ഷോഭം നടത്തിയതുകൊണ്ടോ ഒരു കാര്യമില്ല. ബ്രിട്ടീഷുകാർ അത് അടിച്ചമർത്തും. അപ്പോൾ എന്ത് പറ്റി? ആൾക്കാർക്കിടയിൽ ഒരു അഭിപ്രായം വന്നു. എന്താണ്? ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യണം. എന്ത് ഫോം ചെയ്യണം? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യണം. അതിലൂടെ ആൾക്കാരെല്ലാവരും ഒന്നിക്കണം. അങ്ങനെ ആദ്യകാലങ്ങളിൽ കുറച്ച് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വന്നു. പക്ഷെ പ്രശ്നം അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ളത് മാത്രമായിട്ട് മാറി. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ്? കൽക്കട്ടയിലാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടെയാണിത് സ്ഥാപിച്ചത്. അതിൽ ഈ സുരേന്ദ്രനാഥ ബാനർജിയെ നിങ്ങൾ ഓർത്തു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. അടുത്ത് മദ്രാസ് മഹാജന സഭ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എവിടെയാണത്? മദ്രാസിലാണ്. ജി സുബ്രഹ്മണ്യ അയ്യരും ആനന്ദ ചാർലുവും എം വീരരാഘവാചാര്യരും കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. ആരൊക്കെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ ഇമ്പോർട്ടൻ്റ് ആണ്. ആനന്ദ ചാർലു നമ്മൾ പിന്നീട് പഠിക്കും. അതുപോലെ എം വീരരാഘവാചാര്യരും കൂടി ചേർന്ന് ഫോം ചെയ്യുന്നു മദ്രാസ് മഹാജനസഭ. എവിടെയായിരിക്കും? മദ്രാസ് ഭാഗത്തായിരിക്കും. അടുത്ത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലാണ്. ഫെറോസ് ഷാ മേത്ത, KT തിലകും ബദറുദ്ദീൻ തിയാബ്ജിയും കൂടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ പറയുന്ന വലിയ ഒരു ഇന്ത്യ അല്ലേ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കൊൽക്കത്ത, ഒന്നാണ് ബോംബെ, ഒന്നാണ് മദ്രാസ്. അപ്പോൾ ഈ ബോംബെ ഭാഗത്ത് എന്ത് വന്നു? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വരുന്നു. ആരൊക്കെ കൊണ്ടുവരുന്നു? ഫെറോസ് ഷാ മേത്തയും KT തിലകും ബദറുദ്ദീൻ തിയാബ്ജിയും. കൊൽക്കത്തയുടെ ഭാഗത്ത് എന്ത് കൊണ്ടുവരുന്നു? ഇന്ത്യൻ അസോസിയേഷൻ കൊണ്ടുവരുന്നു സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ എന്ത് കൊണ്ടുവരുന്നു? മദ്രാസ് മഹാജനസഭ കൊണ്ടുവരുന്നു. ആരൊക്കെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരും ആനന്ദ ചാർലുവും വീരരാഘവ ആചാര്യരും കൂടി ചേർന്ന് കൊണ്ടുവരുന്നു. പക്ഷേ ഇത് തുടക്കത്തിൽ ആദ്യ അസോസിയേഷനുകളെന്ന് നമുക്കിത് പറയാമെങ്കിലും ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഹൈ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഉയർന്ന ആൾക്കാരെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും ജാതിപരമായിട്ടും ഉയർന്ന ആൾക്കാരും, അതുപോലെ മിഡിൽ ക്ലാസ് അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉള്ള മിഡിൽ ക്ലാസ്സുകാരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സാധാരണ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇതൊന്നും അത്രയ്ക്ക് അങ്ങ് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഓർഗനൈസേഷൻസ് വെയർ നോട്ട് ഓൾ ഇന്ത്യ ബൈ നേച്ചർ. കണ്ടോ, അത് ഓരോ പ്രദേശങ്ങളായിരുന്നു, പേര് തന്നെ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിവിറ്റീസും ആ സ്ഥലത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിലെന്തായിരുന്നു? റിച്ചും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? അത് മൊത്തത്തിലൊരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ നമുക്ക് എന്തിൻ്റെ ആവശ്യം വന്നു? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും പറ്റുന്നൊരു സംഘടന വേണ്ടി വന്നു. അങ്ങനെ ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഫോം ചെയ്യുവാണ്. ഈ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ സിമ്പിളായിട്ട് എന്തെന്ന് പറയും? INC എന്ന് പറയും. അപ്പോൾ നോക്കിയേ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി പലതരം ഓർഗനൈസേഷനുകൾ നമുക്ക് വേണ്ടി വരുന്നു. അത്തരം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഉദ്ദേശം എന്താണ്? ബ്രിട്ടീഷ് പോളിസികളെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഫോം ചെയ്ത 3 ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജനസഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലായിരുന്നു സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. മദ്രാസ് മഹാജനസഭ മദ്രാസിലായിരുന്നു. ആരൊക്കെയാണ്? വീരരാഘവ ആചാര്യരും ജി സുബ്രഹ്മണ്യ അയ്യരും ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി ആണെങ്കിലോ ബോംബെയിലാണ്. ഫെറോസ് ഷാ മേത്തയും KT തിലകും ബദറുദ്ദീൻ തിയാബ്ജിയുമാണ് നേതാക്കളെന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? നോട്ട് ഓൾ ഇന്ത്യ ഇൻ നേച്ചർ. അത് ഓൾ ഇന്ത്യ ആയിരുന്നില്ല. എന്ന് വെച്ചാൽ അത് പ്രദേശങ്ങൾക്ക് മാത്രമായിരുന്നു. അല്ലെ ലിമിറ്റഡ് ടു സ്പെസിഫിക് പ്രൊവിൻസസ് ഓർ സിറ്റീസ്. മാത്രമല്ല ഇതിനകത്ത് റിച്ചും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആൾക്കാരുള്ളായിരുന്നത് കൊണ്ട് തന്നെ എന്ത് പറ്റി? ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ എന്ത് വന്നു? ഒരു നാഷണൽ ഓർഗനൈസേഷൻ്റെ ആവശ്യം വന്നു അല്ലേ. അപ്പോൾ ഈ പറയുന്ന ലിമിറ്റേഷൻസ് മാറ്റാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വേണ്ടി വന്നു. അങ്ങനെ ഒരെണ്ണം തുടങ്ങുകയാണ്. എവിടെ? നമ്മുടെ ബോംബെയിൽ. എവിടെയാണ്? ബോംബെയിലെ ഒരു സ്ഥലമുണ്ട്, ഒരു കോളേജാണ്. കോളേജിൻ്റെ പേരെന്തുമായിരുന്നു? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ. ആദ്യം വേറൊരു സ്ഥലത്ത് വെച്ച് അത് കൂടാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ ഈ പറയുന്ന ഒരു അസുഖത്തിൻ്റെ കാര്യം കാരണം എന്ത് പറ്റി? അതിൻ്റെ ലൊക്കേഷൻ മാറ്റിയിട്ട് 1885
ഡിസംബർ മാസം 28 1885 ഡിസംബർ മാസം 28 നമ്മുടെ ഇന്ത്യയിൽ നിന്നും 72 ആൾക്കാർ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഓർഗനൈസേഷനുകളുടെയും ഉന്നതിയിലിരുന്ന 72 പേര് ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആ മീറ്റിങ്ങിനെ നയിച്ച സെക്രട്ടറി എന്ന് പറയുന്നത് A.O. ഹ്യൂമാണ്. ആരാണ്? A.O. ഹ്യൂം. അലൻ ഒക്ടാവിയൻ ഹ്യൂം എന്ന് പറയും. എന്ന് പറയും അലൻ ഒക്ടാവിയൻ ഹ്യൂമാണ് അത് നയിച്ച ആൾ. അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹമാണ് അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനായിരുന്നു W.C. ബാനർജി. ആരാണ്? W.C. ബാനർജി. അപ്പോൾ എന്താ സംഭവം? 1885 ഡിസംബർ മാസം 28 ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴത്തേക്കും ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, സംസ്കൃത കോളേജ് ബോംബെയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് ചേർക്കും. 72 പേരാണ് അതിൽ എന്ത് ചെയ്യുന്നത്? പങ്കെടുക്കുന്നത്. ഓക്കെ, എത്ര പേരാണ് പങ്കെടുക്കുന്നത്? 72 പേര് പങ്കെടുക്കും. നയിച്ച പ്രധാന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി ആരാണ്? അത് അലൻ ഒക്ടാവിയൻ ഹ്യൂമാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് W.C. ബാനർജിയാണ്. അദ്ദേഹം ഒരു ലോയറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിംഗ് ആൾക്കാരെല്ലാം കൂടെ കൂടിച്ചേരുന്നു. അതിന് ഇംഗ്ലീഷ് പറയുന്ന വാക്കാണെന്ത്? കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യയുടെ നാഷണലിസത്തിന് വേണ്ടി കൂടിയൊരു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ എന്ത് വിളിച്ചു? INC എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിച്ചു. ഇത് ഒറ്റവാക്കി പറഞ്ഞെങ്കിലും നമ്മൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നതിന് മുന്നേയും പല സംഘടനകളും വന്നിട്ടുണ്ട്. അതൊക്കെ വന്ന് പൊളിഞ്ഞ് അതിൽ നിന്നുള്ള എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ഒരെണ്ണം വരുന്നതാണ് ഈ പറയുന്ന 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? നോക്കിയേ, 19-ാം നൂറ്റാണ്ടായതോടുകൂടി എന്ത് പറ്റി? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വേണമെന്നുള്ള ആവശ്യം ശക്തമായി, നമുക്കത് അറിയാം അല്ലേ? പക്ഷേ പല ഫോം ചെയ്ത ഓർഗനൈസേഷൻ്റെയും എന്താണ് അപ്പർ മിഡിൽ ക്ലാസ് മാത്രമല്ല, അത് ലിമിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഉൾപ്പെടുത്തുന്ന ഒന്ന് വേണ്ടി വന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് 1885 ഡിസംബർ 28 ഉച്ചയ്ക്ക് 12 മണിക്ക്. എവിടെയാണ്? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജ്, ബോംബെ. ആരാണ്? എത്ര പേര് വന്നു? 72 പേര് വന്നു. അത് നയിച്ച, അപ്പോൾ ആലോചിച്ച് നോക്കി, ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ ഒന്നും അന്നത്തെ കാലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ വന്നെങ്കിലും അത് അവർക്ക് തന്നെ വിനയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കാരണം ഈ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും കള്ളന്മാരൊന്നും അല്ലടേ, നല്ല മനുഷ്യത്വമുള്ളവർ അവിടെയും ഉണ്ട്. അതിലൊരാളായിട്ട് നമുക്ക് ആരെ കൂട്ടാം? അലൻ ഒക്ടാവിയൻ ഹ്യൂമിനെ കൂട്ടാം. അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അദ്ദേഹമായിരുന്നു അവൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. പ്രസിഡന്റ് W.C. ബാനർജി. അവരെന്തിനാണ് അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയത്? മീറ്റിംഗ് കൂടിയത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫോസ്റ്റർ ഫ്രണ്ട്ഷിപ്പ് എമംഗ് പൊളിറ്റിക്കൽ വർക്കേഴ്സ് അക്രോസ് ദ ഇന്ത്യ. അല്ലേ, നമ്മളിങ്ങനെ അവിടെ എവിടെയൊക്കെ കിടന്ന് സമരമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് കൂടിയാലേ കാര്യം നടക്കുകയുള്ളൂ അല്ലേ? W.C. ബാനർജി പറയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല അല്ലേ? നീ മദ്രാസിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു, ഞാൻ ബോംബെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റവൻ കൊൽക്കത്തയിൽ പോയി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, കാര്യമില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഒരുമിച്ച് ഇന്ത്യ മൊത്തത്തിലായിട്ട് എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നമുക്കൊരു നാഷണൽ യൂണിറ്റ് വേണം അല്ലേ? തമ്മിത്തല്ലില്ലാത്തൊരു വേണം. അതുകൊണ്ട് തന്നെ ഈ ജാതിയും മതവും റീജിയനും ഒക്കെ എടുത്ത് ആദ്യം വിളയിക്കളയണം. എല്ലായിടത്തും എല്ലാവർക്കും ഉള്ള പാർട്ടിസിപ്പേഷൻ വേണം. അല്ല, ആദ്യം എന്ത് വേണം? ജാതിയും മതവും ഈ പറയുന്ന ദേശവും എടുത്ത് നമ്മൾ കളയണം. നമുക്കൊരു യൂണിറ്റി ഉണ്ടാവണം. മാത്രമല്ല നമ്മൾ കോമൺ ഡിമാൻഡുകൾ കണ്ടെത്തുകയും അത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം അല്ലേ? നമ്മൾ ഓരോരുത്തരുടെയും പ്രാദേശികമായിട്ട് നിന്നാൽ പോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതായത് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും സമ്പത്ത് വേണം, അല്ലെ എല്ലാവർക്കും നിയമത്തിന് പരിരക്ഷ വേണം. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല, ഗ്രൂപ്പായിട്ട് പോകണം. പബ്ലിക് ഒപ്പീനിയൻസ് നമ്മൾ ഫോം ചെയ്യണം. അതിന് ഇന്ത്യൻ ആൾക്കാർ എന്ത് ചെയ്യണം? ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യണം. മാത്രമല്ല എന്തായിരിക്കണം? നമ്മുടെ ഈ ആൾക്കാർക്ക് ഈ ബ്രിട്ടീഷിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വേണം. അതായത് ഇന്ന് കാലത്ത് UPSCയുടെ PSCയുടെ ഒക്കെ തുടക്കം തുടങ്ങുന്ന അവിടെ നിന്നാണ്. അതായത് എല്ലാവർക്കും, അതായത് ഈ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിൽ പോലും നല്ല പദവികൾ കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. കഴിവുള്ള എല്ലാവർക്കും ജോലി കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? കണ്ടോ, അന്നത്തെ മീറ്റിങ്ങിലെടുത്ത ഫോട്ടോയാണ് ഇതാ ഇവിടെ കാണുന്നത്. കണ്ടോ, 72 പേര് ഇതിനകത്ത് നിങ്ങൾ എണ്ണി എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അതിലെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ഒക്ടാവിയൻ ഹ്യൂമൺ. ഇതാണ് ആര്? നമ്മുടെ W.C. ബാനർജി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നോക്കി എന്തൊക്കെയാണ്? ടു ഫോസ്റ്റർ ഫ്രണ്ട്ഷിപ്പ് എമംഗ് ദ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഇന്ത്യ, ടു ഫോസ്റ്റർ ദ സ്ട്രെങ്ത് ആൻഡ് ദ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് പ്രോവിൻസ്, ഫോർമുലേറ്റ് ആൻഡ് ഗീവ് ഷേപ്പ് ടു കോമൺ നീഡ്സ് ആൻഡ് പ്രസന്റ് ദം ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഫോം പബ്ലിക് ഒപ്പീനിയൻ, ഓർഗനൈസ് പീപ്പിൾ ഇൻ ദ കൺട്രി ആൻഡ് ഓൾ ഇന്ത്യ
അലോ സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആസ് വെൽ. പിന്നെ ഒരു കാര്യം കൂടി തീരുമാനിച്ചു, ഉച്ചയായാലും വിശക്കുന്നു, 1:30 സമയമായി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ഇന്നത്തെ എന്ത് ചെയ്യാം, എല്ലാ വർഷവും ഈ ഡിസംബറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആനുവൽ കോൺഫറൻസ് കൂട്ടണം. അത് നടത്തേണ്ടത് എന്നും ബോംബെയിലായിരിക്കില്ല. ഈ വർഷം ബോംബെ ആണെങ്കിൽ അടുത്ത വർഷം കൊൽക്കത്ത, അടുത്ത വർഷം മദ്രാസ്, അടുത്ത വർഷം UP, അങ്ങനെ ഓരോടത്ത് നമ്മൾ മാറി മാറി പോയിട്ട് നമ്മളെല്ലാവരെയും എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു. നിങ്ങൾ പിന്നീട് പഠിക്കുന്ന കുറേ നേതാക്കന്മാർ അന്നുണ്ടായിരുന്നു. ആരൊക്കെയുണ്ട്? ദാദാഭായ് നവറോജി ഉണ്ടായിരുന്നു, സുരേന്ദ്രനാഥ ബാനർജി ഉണ്ടായിരുന്നു, ഫിറോസ് ഷാ മേത്ത ഉണ്ടായിരുന്നു, ബദറുദ്ദീൻ ദിയാബ്ജി ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ ചാർലു, RC ദത്ത, ആനന്ദമോഹൻ ബോസിനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നിട്ട് നിന്ന് പ്രധാനപ്പെട്ട എല്ലാവരും അവിടുത്തെ നേതാക്കളായിട്ടുണ്ടായിരുന്നു. ഇവരും ഓരോരുത്തരായിട്ട് മാറും. അതായത് ഇപ്പോൾ പ്രസിഡന്റ് WC ബാനർജി ആണെങ്കിൽ അടുത്ത തവണ ആരായിരിക്കും? ദാദാഭായ് നവറോജി ആയിരിക്കും. അത് ചിലപ്പോൾ എന്തായിരിക്കും, വേറൊരാളായിരിക്കും. അടുത്ത സ്ത്രീകളെ കൊണ്ടുവരുന്നു, ആനി ബെസന്റ് വരുന്നുണ്ട്. അങ്ങനെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നത് ബംഗാൾ പാർട്ടീഷൻ്റെ സമയത്താണ്. സോ 1885 കോൺഗ്രസ് പാർട്ടി തുടങ്ങി, അല്ലെങ്കിൽ INC തുടങ്ങി. അത് 86, 87, 88 ഇങ്ങനെ ഓരോ സമയത്ത് പോകുന്നു. മറ്റ് ഇതുവരെ തുടങ്ങിയ ഓർഗനൈസേഷൻ പോലെ ആയിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടി. കാരണം എല്ലാവരും ഇതിനകത്തുണ്ട്, മതക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്. അവിടെ ആരും ആരെയും മോശക്കാരായിട്ട് കാണാറില്ല, കുറ്റം പറയാറില്ല, ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് ഇന്ത്യ മൊത്തം വളർന്നു. അങ്ങനെ ഇതങ്ങനെ ശക്തമായിട്ട് പോയി. ഇപ്പോൾ അവരുടെ ആദ്യത്തെ പ്രധാന ഇമ്പാക്റ്റുകളൊന്ന് വരുന്നത് ബംഗാൾ പാർട്ടീഷൻ സമയത്താണ്. സോ 1905 വർഷം. ഇന്ത്യക്കാർക്ക് ഏതാണ്ട് ഈ ബ്രിട്ടീഷുകാരെ കൊണ്ട് പൊറുതിമുട്ടി മടുത്തു. അവർ പല സ്ഥലങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് പല പല സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ബംഗാളായിരുന്നു. അതായത് നമ്മൾ ഇന്ത്യ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്താണ് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെ ഇന്ത്യയുടെ ഈസ്റ്റ് കിടക്കുന്ന ഇതിനെ എന്തിനാണ് വെസ്റ്റ് ബംഗാൾ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഈ ബംഗാൾ എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശും കൂടെ ഉൾപ്പെട്ട് വരുന്ന പ്രദേശമായിരുന്നു. ഓക്കെ, ഈ ബംഗാൾ എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശും കൂടെ ഉൾപ്പെട്ട് വരുന്ന ഭാഗമായിരുന്നു. ഇത് മൊത്തത്തിലാണ് എന്ത് വിളിച്ചത്, ബംഗാൾ എന്ന് വിളിച്ചത്. ഈ ബംഗാളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടതുവശത്തെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഹിന്ദു മെജോറിറ്റി ഉള്ള സ്ഥലവും വലതുവശത്തെ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് എന്താണ്, മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇതെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഇന്ത്യക്കാരായിട്ട് തന്നെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ട ബ്രിട്ടീഷുകാർക്ക് അത്ര പിടിച്ചില്ല. മാത്രമല്ല ഈ കൊൽക്കത്ത എന്ന് പറയുന്നത് അന്നത്തെ സ്വാതന്ത്ര്യ സമരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ഇന്നത്തെ കൊൽക്കത്ത പോലെ അത്ര ഇമ്പോർട്ടൻസ് കുറഞ്ഞൊരു സ്ഥലമായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ ഡൽഹിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇന്ത്യക്ക് ആരായിരുന്നു, കൊൽക്കത്തയായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ വിളിക്കുന്ന കൊൽക്കത്തയാണ്. കാരണം ബ്രിട്ടീഷുകാർ ആദ്യം വന്നതും ആദ്യകാല ഡെവലപ്മെൻറ്റുകൾ എല്ലാം നടന്നത് എവിടെയാണ്, കൊൽക്കത്തയിലാണ്. പിന്നീട് ഇന്ത്യയുടെ നടുക്കോട്ട് വരണം എന്ന് വെച്ചിട്ടാണ് പിന്നീട് ഡൽഹിയിലോട്ട് ഇമ്പോർട്ടൻസ് ഒക്കെ മാറുന്നത്. അപ്പോൾ അന്ന് കൊൽക്കത്ത ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മനസ്സിലായി ഈ കൊൽക്കത്ത ഇരിക്കുന്ന ബംഗാൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ലോർഡ് കഴ്സൺ വരികയാണ്. ആര് വരികയാണ്, ലോർഡ് കഴ്സൺ. ഓക്കെ, ഇയാളാണ് പണ്ട് ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ വിളിച്ച് പൊഴുതിയിട്ട് പോയ ആളാണ്. അപ്പോൾ സംഭവം എന്താണ്, ലോർഡ് കഴ്സൺ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഇവന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരുടെ തമ്മിത്തല്ലുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി മതം എടുത്തിടുക എന്നുള്ളതാണ്. നോക്കിയപ്പം ദേ കിടക്കുന്നുണ്ട് ആ ബംഗാളിൻ്റെ വലതുവശത്ത് കൂടുതൽ മുസ്ലിം മെജോറിറ്റി, ഇടതുവശത്ത് മൊത്തം ഹിന്ദുക്കൾ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബംഗാളിനെ അങ്ങോട്ട് കയറി മുറിക്കാം, അങ്ങോട്ട് കയറി മുറിക്കാം. എന്നിട്ട് ഇതിനെ വെസ്റ്റ് ബംഗാൾ എന്നും ഇതിനെ ഈസ്റ്റ് ബംഗാൾ എന്നും വിളിക്കാം. ഇതിനെയാണ് നമ്മൾ ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ലോർഡ് കഴ്സൺ പറഞ്ഞു, നിയമം കൊണ്ടുവന്നു. കോൺഗ്രസ് ശക്തമായിട്ട് ഇതിനെ എന്ത് ചെയ്തു, എതിർത്തു. ശരിയാവത്തില്ല, നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായെന്ന് അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. കഴ്സനാണ് പറഞ്ഞത്. ആരാണ്, നമ്മുടെ ഗവർണർ ജനറലാണ്. എന്ത് പറ്റി, വൈസ്രോയിയാണ്, മാറിപ്പോയി. അങ്ങനെ 1905 ഒക്ടോബർ 16 ബംഗാൾ പാർട്ടീഷൻ വരുന്നു. 1905 ഒക്ടോബർ 16 ബംഗാളിനെ വിഭജിക്കുകയാണ് 2 ഭാഗങ്ങളായിട്ട്. വിഷയം വഷളായി, അടി തുടങ്ങി. ഓക്കെ, അങ്ങനെ മുസ്ലിം മെജോറിറ്റിയുള്ള ഈസ്റ്റ് ബംഗാളും ഹിന്ദു മെജോറിറ്റിയുള്ള വെസ്റ്റ് ബംഗാളും രൂപപ്പെട്ടു. ലോർഡ് കഴ്സൺ അങ്ങനെ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസിന് വേണ്ടിയിട്ടാണെന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അയാളുടെ ഉദ്ദേശം വേറെ ആയിരുന്നു. പക്ഷേ ദ റിയൽ മോട്ടീവ് വാസ് ടു വീക്കൻ ദ ഗ്രോയിങ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ബൈ ഡിവൈഡിങ് പീപ്പിൾ ഓൺ റിലീജിയസ് ലൈൻസ്. അല്ലേ, മതത്തിൻ്റെ പേരിൽ ആൾക്കാർ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു നയമായിരുന്നു. ഇവന്മാർ എവിടെ ചെന്നാലും തമ്മിത്തല്ലുണ്ടാക്കും. ഈ മുട്ടനാനകളെ തമ്മിലിടിപ്പിച്ച് ചോര ഓടിക്കുന്ന
കുറുക്കനുണ്ടല്ലോ, ഈ കുറുക്കനാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. ഇവിടെ ചെന്നാൽ ഇവന്മാർ ഒരുമിച്ച് നിൽക്കുന്നവന്മാർ തമ്മിൽ തല്ലിക്കും. അപ്പോൾ ഒരുത്തൻ വീക്കാവും. ആ വീക്കായവൻ ഇവരെന്ത് ചെയ്യും? പിടിച്ചടക്കും. അതാണ് പരിപാടി. ജനങ്ങൾ എതിർത്തു. ജനങ്ങൾ എന്ത് പറഞ്ഞു? നടക്കത്തില്ല കഴ്സ, നടക്കത്തില്ല, താൻ ഈ പരിപാടി എന്ത് ചെയ്യണം? പിൻവലിക്കണമെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? സമരം നടത്തി. ഇത് പ്രഖ്യാപിച്ച ഒക്ടോബർ 16 അവരെന്ത് ചെയ്തു? അവർ ഹർത്താലുകളും അവരെന്താണ് ഈ പറഞ്ഞ കരിദിനമൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ച് ബംഗാളിൽ മൊത്തം സംഘർഷം. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്ന പാട്ടൊക്കെ പാടി ആൾക്കാർ മുദ്രാവാക്യമൊക്കെ വിളിച്ച് കട്ടയ്ക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഒക്കെ തീരുമാനിക്കുകയാണ്, ഇത് ശരിയാവൂല, ഈ പോക്ക് പോയാൽ ശരിയാവൂല, നമുക്ക് എന്ത് വേണം? ഒരു മാറ്റം കൊണ്ടുവരണം. എന്ത് മാറ്റം കൊണ്ടുവരാം? നമുക്ക് ഇവന്മാരെ എല്ലാം ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ ആദ്യം ഇവന്മാരുടെ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങാൻ പാടില്ല. നമ്മൾ സ്വദേശി മൂവ്മെൻറ്റിലോട്ട് പോകണം. എന്തുവാ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ? സ്വദേശം നമ്മുടെ സ്വദേശം ഏതാ? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. വിദേശ സാധനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ബഹിഷ്കരിക്കണം. ബഹിഷ്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ സാധനം മാത്രം ബഹിഷ്കരിച്ചാൽ ഇവിടെ ഒന്നുമില്ലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യണം? മാനുഫാക്ചർ ചെയ്യണം. അവന്മാർ നമ്മളിതിനെ ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ എന്ത് പറ്റി? സ്വദേശി മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ നടന്ന അതേ വർഷം തന്നെയാണ് സ്വദേശി മൂവ്മെൻറ്റ് വരുന്നത്. പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ടു ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് പ്രൊമോട്ട് ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റ്. വിദേശ സാധനങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യുക, ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളെ കൊണ്ടുവരിക. സെൽഫ് റിലയൻസ് കൊണ്ടുവരിക. അല്ലെ, സെൽഫ് റിലയൻസ്. സ്വയം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. നമ്മൾ സായിപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് പാടില്ല. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു? ഫോറിൻ ഗുഡ്സിനെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്തു, ഇന്ത്യൻ ഗുഡ്സ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ തുടങ്ങിയ കുറച്ച് ഫേമസ് പ്രസ്ഥാനങ്ങളാണ്. ഒന്ന്, ബംഗാൾ കെമിക്കൽസ് കൊണ്ടുവരുന്നു, ആചാര്യ PC റോയ്. ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് ഇദ്ദേഹമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബംഗാൾ കെമിക്കൽസ് കൊണ്ടുവരുന്നു. ആരാണ്? ആചാര്യ PC റോയ്, പ്രഫുല്ല ചന്ദ്ര റോയ്. സ്വദേശി സ്റ്റോർ കൊണ്ടുവരുന്നു, രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി കൊണ്ടുവരുന്നു, VO ചിദംബരം പിള്ളൈ. കപ്പലോട്ടിയ തമിഴൻ എന്നാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതിപ്പോൾ ചിദംബരം പിള്ള തമിഴനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ സ്റ്റീം നാവിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന പരിപാടി. നമ്മുടെ ജംഷഡ്ജി ടാറ്റ, അത് നിങ്ങൾക്കറിയാം. സ്റ്റീൽ കൊണ്ടുവരുന്നു, ടാറ്റ സ്റ്റീൽ, ജംഷഡ്പൂർ, ജാർഖണ്ഡ് അല്ലേ? അതെ. അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ വരുന്നു. അങ്ങനെയാണ് ഇന്ത്യ സ്വയം വളരാനായിട്ട് തുടങ്ങുന്നത്. വൈഡർ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു. സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ എന്ത് ചെയ്തു? ഇതിലേക്ക് ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. ഇതുവരെ വലിയ ആൾക്കാർ മാത്രം ഇടപെട്ടുകൊണ്ടിരുന്ന ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അങ്ങനെ മൂവ്മെൻറ്റ് എന്ത് പറ്റി? നമ്മളെ കൾച്ചറലിയും എഡ്യൂക്കേഷൻ പരമായിട്ടും എക്കോണമിയെയും പൊളിറ്റിക്സിനെയും ഒക്കെ എന്ത് ചെയ്തു? എഫക്റ്റ് ചെയ്തു. ഫോറിൻ വെഡ്ഡിങ് ഗിഫ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ആൾക്കാരൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. കല്യാണത്തിന് ഫോറിൻ ഗിഫ്റ്റുകൾ ആൾക്കാർ വാങ്ങാതെയായി. നാഷണൽ അവയർനെസ് കൊണ്ടുവന്നു. അങ്ങനെ ഫ്രീഡം മൂവ്മെൻറ്റുകൾ കത്തിക്കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പ്രെഡ് ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ടു ദ നാഷണൽ ലെവൽ അല്ലേ. ആദ്യമായിട്ട് ഇന്ത്യ മൊത്തം ഒന്നിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറി. ഒരു പുതിയ സ്ട്രഗിൾ മെത്തേഡ് കൊണ്ടുവന്നു. സമരം ചെയ്യലോ, അടിയുണ്ടാക്കലോ, സമരം വിളിക്കലോ, തല്ലുകൊള്ളലോ അല്ല, ബുദ്ധിപരമായി നീങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇതിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു വൻ വിജയമായിട്ട് മാറി. കണ്ടോ, ഇത് ഒരു ഹിസ്റ്ററി എഴുതിയേക്കുന്നതാണ്, വായിച്ചാൽ മതി. നോക്കി, ഇത് കണ്ടോ, ഇത് നമ്മുടെ C ശങ്കരൻ നായരാണ്. ആരാണ്? C ശങ്കരൻ നായരാണ്. ആദ്യമായിട്ട് ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മലയാളിയാണ് ആര്? C ശങ്കരൻ നായർ. 1897 അമരാവതി സെഷനിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ നോക്കി, ബംഗാൾ പാർട്ടീഷൻ്റെ കാര്യം എന്താ? അപ്പോൾ ബംഗാൾ അതോറിറ്റീസ് എന്ത് ചെയ്തു? തീരുമാനിച്ചു. കോൺഗ്രസ് ലെഡ് സ്ട്രഗിൾസ് ഒക്കെ കത്തി കയറുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ലോർഡ് കഴ്സൺ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന എന്താ നാഷണൽ മൂവ്മെൻറ്റുകളുടെ സ്ട്രോങ് ഹോൾഡായ ബംഗാൾ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് മാറ്റാം. എഫീഷ്യൻ്റായി അഡ്മിനിസ്ട്രേഷൻ നടത്തണം എന്നായിരുന്നു ഈ കള്ളം പറഞ്ഞ കാര്യം. പിന്നീട് ഇത് പിൻവലിക്കുകയും 1916 ആകുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർ ഇത് എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ ഇത് എന്ത് ചെയ്യും? പിൻവലിക്കുന്നുണ്ട്. അത് പിന്നെ പഠിക്കാം. ബംഗാൾ പാർട്ടീഷൻ. Bengal was divided into East Bengal and West Bengal. East Bengal was a Muslim majority region and West Bengal was a Hindu majority region. മോട്ടീവ് മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. റിയൽ മോട്ടീവ് ഞാൻ നമ്മുടെ നോട്ടിൽ ആൻസർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒക്ടോബർ 16, 1905 പാർട്ടീഷൻ നടക്കുകയാണ്. ആൾക്കാർ എന്ത് ചെയ്തു? ഹർത്താൽ ആചരിച്ചു, പ്രശ്നങ്ങളുണ്ടാക്കി. അമർ സോനാർ ബംഗാൾ പാട്ടൊക്കെ പാടിയിട്ട് എന്ത് പറ്റി? പ്രശ്നങ്ങളുണ്ടാക്കി. സ്വദേശി മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തു. പ്രധാനമായിട്ടും എന്തായിരിക്കും? യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക, ബ്രിട്ടീഷ് ഗുഡ്സിനെ സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ നിരാകരിച്ചു, നമ്മൾ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നു.
പുതിയ പുതിയ പല പല ടെക്സ്റ്റൈൽ മില്ലുകൾ, സോപ്പ് ഫാക്ടറികളൊക്കെ എന്ത് ചെയ്തു കൊണ്ടുവന്നു. നമ്മൾ ഈ പറയുന്ന ചർക്കയിൽ നൂല് നൂർത്തൊക്കെ എടുക്കുന്ന പരിപാടിയുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇതാണ്. വിദേശ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ബഹിഷ്കരിക്കുക. അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ വരുന്നു. ഏതൊക്കെ വരുന്നു? ബംഗാൾ കെമിക്കൽസ് വരുന്നുണ്ട്, PC റോയ് കൊണ്ടുവരുന്നു. അതുപോലെ നമ്മുടെ സ്വദേശി സ്റ്റോർ കൊണ്ടുവരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. സ്റ്റീം നാവിഗേഷൻ കമ്പനി കൊണ്ടുവരുന്നു നമ്മുടെ V ചിദംബരപിള്ള. അതുപോലെ തന്നെ എന്താണ്, സ്റ്റീൽ ഫാക്ടറി കൊണ്ടുവരുന്നു നമ്മുടെ ജംഷഡ്ജി ടാറ്റ. അപ്പം അങ്ങനെ പരിപാടി എന്ത് ചെയ്യുന്നു, കത്തിക്കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വദേശി മൂവ്മെൻറ്റുകളൊക്കെ എന്താ ഹിറ്റായി. സ്ത്രീകളും കുട്ടികളും ഒക്കെ എന്ത് ചെയ്തു, പങ്കെടുത്തു. അങ്ങനെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ട് ഇത് എന്ത് ചെയ്തു, ഇന്ത്യ മൊത്തം വളർന്നു. അങ്ങനെ ഇന്ത്യ മൊത്തം എന്തായി, യുണൈറ്റ് ആകാനായിട്ട് തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ പോവുകയായിരുന്നു. അതിനിടയിൽ കോൺഗ്രസ്സിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, കോൺഗ്രസ് എന്തുണ്ടാവും, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.